Next, we are entering to the last portion of your MOS. Fifth module last portion, MOS last topic. That is the torsion of shaft. Torsion നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ആക്സിയൽ ഫോഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്സിയൽ ഫോഴ്സ് ഉണ്ടാവുന്ന സമയത്ത് കംപ്രഷനോ ടെൻഷനോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നുള്ളത് വെൻ ദ ഫോഴ്സ് ഇസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ്, അപ്പോൾ ബെൻഡിങ് ഉണ്ടാവുന്നു അല്ലേ? അപ്പോൾ ആക്സിയലി ഫോഴ്സ് വന്നു, പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഫോഴ്സ് വന്നു. ഇനി ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൊമെന്റ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഈ മൊമെന്റ് ഉദ്ദേശിക്കുന്നത് റൊട്ടേറ്റിംഗ് ടു ഫോഴ്സസ് ആക്ടിങ് അറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ഒന്ന് അങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടായിരിക്കും. ഇപ്പം നമ്മൾ ഈ തുണിയൊക്കെ തോർത്തൊക്കെ പിഴിയുന്നില്ല, തുണിയൊക്കെ പിഴിയുന്നില്ല, ഇങ്ങനെ ആ ഒരു ഡയറക്ഷനിലൊരു ആക്ഷൻ, ഒരു ഫോഴ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് ടോർഷൻ. അങ്ങനെ ഒരു ടോർഷൻ വന്നു കഴിഞ്ഞാൽ ഹൗ ദ മെമ്പർ വിൽ ബി റിയാക്ടിങ്, അല്ലെങ്കിൽ ഹൗ ഇറ്റ്സ് ഡിഫോർമേഷൻ ഈസ് ഹാപ്പനിങ്, ആൻഡ് വാട്ട് ആർ ദ സ്ട്രെങ്ത് ടു റെസിസ്റ്റ് സച്ച് എ ടോർഷൻ. ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇനി ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഇത് മെക്കാനിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ അല്ലെങ്കിൽ ഒരു മെഷീനറിയുടെ ഭാഗമാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. വെഹിക്കിൾസിലൊക്കെ വീലിനെ കണക്ട് ചെയ്യുന്ന ആക്സിൽ ഉണ്ടാവുമല്ലോ. ഈ ആക്സിലിനെ റൊട്ടേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫ്രം ദ എൻജിൻ പാർട്ട് ഈ ആക്സിലേക്ക് റൊട്ടേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് അല്ലെങ്കിൽ മെമ്പറാണ് ഈ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻജിനിൽ ഒരു റൊട്ടേഷൻ പ്രോസസ്സ് ഉണ്ടാവും. ആ റൊട്ടേഷനെ വീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ? വീല് റൊട്ടേറ്റ് ചെയ്ത് പോകണ്ടേ, മുന്നോട്ട് നീങ്ങി പോകണമല്ലോ. അപ്പോൾ ആ വീലിലേക്ക് ഈ റൊട്ടേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോർഷനെയാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ അസംബ്ലിയിലേക്ക് ഈ റൊട്ടേഷൻ എത്തി, അവിടെ നിന്ന് രണ്ട് വീലിലേക്കും വീണ്ടും അതിനെ റൊട്ടേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യണം. അവിടെയും ഷാഫ്റ്റ് ഉണ്ട്. സോ ഷാഫ്റ്റ് മീൻസ് ഇറ്റ് ഈസ് ദ മെമ്പർ ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റിംഗ് ദ റൊട്ടേറ്റിംഗ് പവർ ഫ്രം ദ എൻജിൻ ടു ദ പാർട്ട് വെയർ ഇറ്റ് ഈസ് റിക്വയർഡ്. അപ്പോൾ വീലിലേക്കാവാം, അല്ലെങ്കിൽ ഒരു വിൻഡ് മില്ലാന്ന് വിചാരിക്കാം. വിൻഡ് മില്ല് കേട്ടിട്ടുണ്ടാവുമല്ലോ, കാറ്റിൽ പവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ടാവും. അവിടെ ഈ വിൻഡിലെ റൊട്ടേഷനെ ജനറേറ്ററിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഷാഫ്റ്റ് വഴിയായിരിക്കും. സോ ഷാഫ്റ്റ് ഈസ് ദ മെമ്പർ വിച്ച് ഈസ് ട്രാൻസ്മിറ്റിംഗ് ദ റൊട്ടേറ്റിംഗ് പവർ ടു ദ പോർഷൻ വെയർ ഇറ്റ് ഈസ് റിക്വയർഡ് ഫ്രം ദ സോഴ്സ്. അത് എഞ്ചിനാവാം, വിൻഡ് ആവാം, എന്തും ആവാം. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിനാണ് ഈ ടോർഷൻ ഉണ്ടാവുന്നത്, റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ എന്താണ് ഷാഫ്റ്റും ടോർഷൻ ഒക്കെ ഉള്ളത്? ഇനി ഈ ഷാഫ്റ്റിന് ഉണ്ടാവുന്ന, ഇപ്പോൾ ടോർഷൻ പറഞ്ഞു, ടോർഷൻ എന്താ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഷാഫ്റ്റിൽ ചിലപ്പോൾ ബെൻഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ബെൻഡിങ് മൊമെന്റ് അല്ലെങ്കിൽ ബെൻഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ആക്സിൽ ലോഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഷിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊന്നും ഈ എക്സ്റ്റേണൽ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് ഫോഴ്സസ് ഒന്നുമില്ലാതെ ടോർഷൻ മാത്രമാണെങ്കിൽ, ആ മെമ്പറിൽ ടോർഷൻ മാത്രം ആക്ട് ചെയ്യുന്നുള്ളത് വിചാരിച്ചോ. ഇപ്പൊ ബെൻഡിങ് വരുന്ന എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു വീലിന്, നേരത്തെ വീൽ ബേസിനെ പറ്റി പറഞ്ഞു, വെഹിക്കിളിൽ ഇവിടെ ടോർഷൻ ഉണ്ട്. ഈ ടോർഷനെ ഇവിടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. അതേ സമയത്ത് ഈ ഷാഫ്റ്റില് ഈ വെഹിക്കിളിന്റെ ലോഡ് ഈ ഷാഫ്റ്റിലല്ലേ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ട് വീലിന്റെ സപ്പോർട്ട്, ഇവിടെ വെഹിക്കിളിന്റെ ലോഡ് ആക്ട് ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ ഈ ഒരു ഷാഫ്റ്റ് ഈ റൊട്ടേഷൻ കൂടാണ്ട് ഒരു ബെൻഡിങ്ങിനും സാധ്യതയുണ്ട് അല്ലെ? ഇറ്റ് ഈസ് സബ്ജക്ട് ടു ബെൻഡിങ് ഓൾസോ. അപ്പൊ അങ്ങനെ ഏതൊരു ലോഡിംഗ് കണ്ടീഷനിലും എ കോമ്പിനേഷൻ ഓഫ് ബെൻഡിങ്ങോ ആക്സിൽ ലോഡോ ഷിയറോ ഒക്കെ വന്നേക്കാം ടോർഷന്റെ കൂടെ. അപ്പൊ അങ്ങനെയൊന്നും വരാതെ വെറും ടോർഷൻ മാത്രമാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, when the member is അല്ലെങ്കിൽ shaft is subjected to torsion only and no bending, no axial load, no shear force, such a situation is known as pure torsion. ഇതേപോലെ ഒരു ടേം നമ്മൾ വേറൊരു ഒരു ആനലോജി എന്ന് പറയുവാണെങ്കിൽ ഇതേപോലത്തെ ഒരു ടേം നമ്മൾ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു അത്? പ്യുവർ ബെൻഡിങ്. ഓർമ്മയില്ലേ? എന്താ പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്? ബെൻഡിങ് മാത്രം, ഷിയർ ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞു. ഷിയർ സ്ട്രെസ് ഇല്ല, ഷിയർ ഫോഴ്സ് ഇല്ല, ബെൻഡിങ് മൊമെന്റ് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് മാത്രമുള്ള കേസിനാണ് പ്യുവർ ബെൻഡിങ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ പ്യുവർ ടോർഷൻ,
ടോർഷൻ മാത്രം. അവിടെ ബെൻഡിങ് ഇല്ല, ആക്സിൽ ലോഡ് ഇല്ല, ഷിയർ സ്ട്രെസ് ഇല്ല, ഒന്നുമില്ല. സോ സച്ച് എ സിറ്റുവേഷൻ വേർ ദർ ഈസ് ഓൺലി ടോർഷൻ ഈസ് നോൺ ആസ് എ പ്യുവർ ടോർഷൻ. ഓക്കെ, അപ്പോൾ പ്യുവർ ടോർഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? പ്യുവർ ടോർഷൻ ഈസ് ദ സിറ്റുവേഷൻ വേർ the member is subject to torsion only and no bending moment, no shear force, no axial force. It is known as a pure torsion. ഇനി ഇവിടെ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു ടോർഷണൽ ഇക്വേഷൻ ഉണ്ട്. ബെൻഡിങ് ഇക്വേഷൻ എന്തായിരുന്നു? M/I is equal to F/Y equal to E/R. അവിടെ ഓരോ ടേം ഓർമ്മയുണ്ടല്ലോ. മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഐ എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ദിസ് ഇസ് എക്സ്റ്റേണൽ മൊമെന്റ് ആക്ടിങ്, ദിസ് ഇസ് ദ ബെൻഡിങ് സ്ട്രെസ്, എക്സ്ട്രീം മെമ്പർ ടു ദ ഡിസ്റ്റൻസ് ടു ദ മെമ്പർ അണ്ടർ കൺസിഡറേഷൻ അല്ലെങ്കിൽ ലെയർ അണ്ടർ കൺസിഡറേഷൻ, യങ്സ് മോഡുലസ്, ദിസ് ഇസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ. അതേപോലെ ഇവിടെ ഇത് ഒരു ഈ ഒരു ടൈപ്പ് ഓഫ് മോഷൻ അല്ലെങ്കിൽ മൊമെന്റിനെ നമ്മൾ പോളാർ അല്ലെങ്കിൽ സർക്കുലർ മോഷനിലേക്ക് മാറ്റി. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആയിരുന്നു, അതിനെ സർക്കുലറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ ഈ മൊമെന്റിന് ഈക്വലന്റ് ആയിട്ടുള്ള സർക്കുലർ മോഷനിലെ ടേം എന്താണ്? ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ +1 ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. +1 ഫിസിക്സിലും പിന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലും ചെറിയ രീതിയിലുള്ളൊരു സൂചന കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലീനിയർ മോഷനുള്ള സാധനത്തിനെല്ലാം നമ്മൾ സർക്കുലർ മോഷനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, പണ്ടത്തെ ഒരു കാര്യം പറയാം, +1 പഠിച്ചൊരു കേസ്. അവിടെ നമുക്ക് വെലോസിറ്റി ഉണ്ടായിരുന്നു അല്ലേ. വെലോസിറ്റിനെ ആംഗുലർ മോഷനിലേക്ക് വരുമ്പോഴേക്ക് ആംഗുലർ വെലോസിറ്റിയായി മാറി. ലീനിയർ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് എസ് ഉള്ളത് ഇവിടെ വരുമ്പോഴേക്ക് തീറ്റ ആയിട്ട് മാറി, ദ ആംഗിൾ റൊട്ടേറ്റഡ്. ഇവിടെ നമുക്ക് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടായിരുന്നു, ഇവിടെ വരുമ്പോഴേക്ക് അത് എന്ത് ആക്സലേഷൻ? ഇവിടെ ആക്സലേഷൻ ഡ്യൂ ടു ലീനിയർ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇവിടെ ദാറ്റ് ഈസ് റൊട്ടേഷണൽ ആൽഫ ആയിട്ട് മാറി, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ ദ റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ ഇതേപോലെ ഒരു കൺവേർഷൻ ആണ്. ഇവിടെ നമുക്ക് ലീനിയർ മോഷനിൽ മൊമെന്റ് ഉണ്ടായിരുന്നു, ഇവിടെ എത്തുമ്പോഴേക്ക് അത് ടോർക്കായിട്ട് മാറും, ടി. അതേപോലെ ലീനിയർ മോഷനിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാവും, അത് ഇവിടെ വരുമ്പോഴേക്ക് റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പോഴേക്ക് അത് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആയിട്ട് മാറും. ഓർമ്മയുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ഇതൊക്കെ നമ്മൾ +1 +2 ഫിസിക്സിലുള്ളതാണ്, മെക്കാനിക്സിലും ഉണ്ട്. ഓക്കെ, പിന്നെ അപ്പൊ നമ്മൾ ഇവിടുത്തെ രണ്ടിന്റെയും ആനലോഗ് ആയിട്ടുള്ള സാധനങ്ങൾ എഴുതി. ഇനി ഇവിടെ ബെൻഡിങ് സ്ട്രെസ് ആണ്, ഇവിടെ അത് റൊട്ടേഷണൽ ആയതുകൊണ്ട് ഷിയർ സ്ട്രെസ് ഒന്നുകിൽ ടോ അല്ലെങ്കിൽ ക്യൂ ആയിട്ട് വരും. ഇനി ഇവിടെ യങ്സ് മോഡുലസ് ആണ്, ഇവിടെ ഉണ്ടാവുന്നത് ഷിയർ റെസിസ്റ്റൻസും ഷിയറിംഗ് ഒക്കെ ആയതുകൊണ്ട് ഇവിടെ സി എന്താണ് റിജിഡിറ്റി മോഡുലസ് ആയിട്ട് വരും. പിന്നെ ഇത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ കർവേച്ചർ ഓഫ് ദ ബീം, മൊത്തം ബീമിന്റെയാണ്. അതിന് പകരം നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് ആംഗിൾ ഓഫ് റൊട്ടേഷൻ തീറ്റ അറിയാം. സപ്പോസ് സ്മോൾ റേഡിയസ് ആണ് റൊട്ടേഷൻ എങ്കിൽ അല്ലെങ്കിൽ ലെങ്ത്, ഓക്കെ, ഈ ഒരു റൊട്ടേഷൻ സംഭവിക്കുന്ന ഡീഫോർമേഷൻ സംഭവിക്കുന്ന ഓവറോൾ ലെങ്ത് ഓഫ് L ആണ്. അപ്പൊ അത് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഇവിടെ വരും. അതേപോലെ ഇവിടെ നമുക്ക് Y ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. Y എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ടു ദ എക്സ്ട്രീം ഫൈബർ. അതേപോലെ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ ഷാഫ്റ്റ് ആണ്. സർക്കുലർ ഷാഫ്റ്റിന്റെ സെന്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് അതിന്റെ റൊട്ടേഷണൽ എഫക്ട് കുറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കൂടിക്കൊണ്ട് വരും അല്ലെ. ഇപ്പോൾ ഇവിടെ നമ്മളൊരു റൊട്ടേഷൻ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡീഫോർമേഷൻ സംഭവിക്കുന്നത് ഈ ഔട്ടർ ലെയറിനായിരിക്കുമല്ലോ. ഡീഫോർമേഷൻ സംഭവിക്കുന്ന ഔട്ടർ ലെയറിനായിരിക്കില്ലേ. അപ്പോൾ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് ഡീഫോർമേഷൻ കൂടി വരും, അല്ലെങ്കിൽ അവിടേക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്, ഷിയർ സ്ട്രെസ് കൂടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെർമിനോളജി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന R ആണ്, റേഡിയസ്. ഇവിടെ നമുക്ക് Y ആയിരുന്നു, ഇവിടെ ഇത് റേഡിയസ് ആയി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബെൻഡിങ് ഇക്വേഷനിലെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ ഉണ്ടാക്കും. അപ്പോൾ ബെൻഡിങ് ഇക്വേഷൻ ബൈ ഹാർട്ട് ആണെങ്കിൽ ഇത് പഠിക്കാൻ എളുപ്പമാണ് അർത്ഥം. ഇക്വേഷൻ എന്താ നോക്കാം. സോ ദ ഇക്വേഷൻ ഈസ് എമ്മിന് പകരം നമുക്ക് ടോർക്ക് ഉപയോഗിക്കാം, T. ഐക്ക് പകരം പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ, എഫിന് പകരം ഷിയർ സ്ട്രെസ്, Yക്ക് പകരം R. പിന്നെ ഇവിടെ C θ/L. ഇതിനെ ഇക്വലന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആലോചിക്കേണ്ട, ജസ്റ്റ് ഇത്ര മാത്രം നോക്കിയാൽ മതി. സോ ദിസ് ഈസ് ദ ടോർഷൻ ഇക്വേഷൻ. T/J is equal to tau by R equal to C θ/L,
where T is the torque applied, J is the polar moment of inertia, tau is the shear stress, R is the radius of the shaft, C is the rigidity modulus, theta is the rotation, L is the length of the shaft. ഇത്രയും കാര്യങ്ങളായി. ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കാനുണ്ട്. വളരെ സിമ്പിളാണ്. ഓക്കെ, ഡെറിവേഷൻ നോക്കാം നമുക്ക്. കൺസിഡർ എ circular rod subjected to torsion as shown in figure. The one end is fixed and other end we are providing a torque. ഇത് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം. ഇവിടെ ഒരു ഇനീഷ്യൽ ലൈൻ ഉണ്ടായിരുന്നു, ഒ എ. ഇനി ഇതിന്റെ ക്രോസ് സെക്ഷൻ ഒന്ന് വരയ്ക്കാം. ക്രോസ് സെക്ഷൻ വരച്ചു. ദിസ് ഈസ് ദ ലൈൻ OA. ഇപ്പോൾ ഡ്യൂ ടു ദിസ് ടോർക്ക് ഈ എ എന്ന ഈ ഒരു ലൈൻ അങ്ങോട്ട് ഷിഫ്റ്റ് ആവുകയാണ് അല്ലെ. അപ്പം നമുക്കിവിടെ ഇത് വേണമെങ്കിൽ ഇത് എ ഡാഷ് എന്ന പോയിന്റിലേക്ക് വന്നു, റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടേക്ക് വന്നു, ഇങ്ങനെ തിരിച്ചു ട്വിസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫിക്സ്ഡ് ആണെങ്കിലും ഈ ഒരു പോർഷനിലേക്ക് ഒരു ട്വിസ്റ്റിംഗ് വന്നില്ലേ, ഒരു പിരിക്കൽ വന്നില്ലേ. അപ്പൊ ഈ ഒ എ എങ്ങോട്ട് മാറും, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടേക്ക് ഒ എ ഡാഷ് ആയിട്ട് ഈ ലെയറും അങ്ങോട്ട് മാറും അല്ലെ. ദിസ് ഇസ് എ ഡാഷ്. അപ്പൊ ഇവിടെ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നത് ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് ദ ആംഗിൾ ത്രൂ വിച്ച് ഇറ്റ് ഈസ് റൊട്ടേറ്റഡ്. ഈ ഒരു ഒ എ എന്ന ലൈൻ ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ഫേസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ത്രൂ തീറ്റയാണ്. അപ്പൊ ഇവിടെ ഒ എ എന്ന ലെയറിന് ഉണ്ടാവുന്ന ഡീഫോർമേഷൻ എത്രയാണ്? ദാറ്റ് ഡീഫോർമേഷൻ ഈസ് ഫൈ ഹിയർ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കില്ല കേട്ടോ ഈ ആംഗിൾ. ഇവിടെ ഈ എ എന്ന പോയിന്റിനെ റൊട്ടേറ്റ് ചെയ്തു തീറ്റ ആംഗിളിലേക്ക് ഡ്യൂ ടു ദിസ് ടോർക്ക്. അപ്പോൾ ഒ എ എന്ന ലൈൻ അല്ലെങ്കിൽ ഒ എ എന്ന ലെയർ ട്വിസ്റ്റ് ചെയ്യപ്പെട്ടു. എത്ര ആംഗിളിൽ? ഫൈ എന്ന ആംഗിളിൽ കൂടെ ട്വിസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇവിടെ ഒ എ എന്ന ലൈൻ ഡീഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നത് ഒ എ ഡാഷിലേക്കാണ്. നമ്മൾ ഷിയർ റെസിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഷിയർ സ്ട്രെയിൻ ഒക്കെ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ ലെയർ ഒ എ ഈസ് ഡീഫോം ത്രൂ എ ഡാഷ്. ഡീഫോർമേഷൻ സംഭവിച്ചിരിക്കുന്ന എ ഡാഷിൽ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ദ സ്ട്രെയിൻ, ഷിയർ സ്ട്രെയിൻ ടാൻ ഫൈ ഈക്വൽ ടു, ഇവിടെ എന്ത് കിട്ടും നമുക്ക്? ഷിയർ സ്ട്രെയിൻ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു എ ഡാഷ് ബൈ ഒ എ. സപ്പോസ് എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു എ ഡാഷ് ബൈ എൽ. ഇനി ഇവിടെ നമുക്ക് വേറൊരു കാര്യം, ഈ ഡിഫോർമേഷൻ വളരെ സ്മോൾ ആണ്, വളരെ നെഗ്ലിജിബിൾ ആണ്. സോ ടാൻ ഫൈ ക്യാൻ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു ഫൈ ഇറ്റ് സെൽഫ്. അപ്പൊ നമുക്ക് ഇവിടെ ഫൈ ഈക്വൽ ടു എ ഡാഷ് ബൈ എൽ എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് എ ഡാഷ് ഇസ് ഈക്വൽ ടു എൽ ഫൈ. ഇത്ര മനസ്സിലായല്ലോ. അപ്പൊ എന്താ ചെയ്തത് ഇവിടെ? കൺസിഡറിങ് എ ഷാഫ്റ്റ് ഓഫ് ലെങ്ത് എൽ ആൻഡ് റേഡിയസ് ആർ, ഇത് ആർ ആണ്, റേഡിയസ് ആർ ഈസ് സബ്ജക്റ്റഡ് ടു എ ടോർക്ക് ടി ആസ് ഷോൺ ഇൻ ഫിഗർ. The layer OA is deformed through, the layer OA is rotated through an angle theta. OA is rotated through an angle theta. So the deformation of the layer OA is angle phi. So from the figure, shear strain tan phi is equal to A dash by OA, or phi, almost phi is equal to A dash by L. That means phi is equal to A dash by L and A dash is equal to L phi. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടേക്ക് നോക്കാം. ഇവിടെ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ആറും ആംഗിൾ തീറ്റ ആണെങ്കിൽ എ ഡാഷ് വിൽ ബി ആർ തീറ്റ അല്ലേ? അപ്പൊ നമുക്ക് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാലോ. സോ ബൈ ഇക്വേറ്റിംഗ് ദാറ്റ് ടു വി വിൽ ഗെറ്റ് ആർ തീറ്റ ഇസ് ഇക്വൽ ടു എൽ ഫൈ. അല്ലെങ്കിൽ phi is equal to r theta by L എന്ന് കിട്ടും. ഈ phi എന്ന് പറയുന്നത് എന്താ?
സ്ട്രെയിൻ, ഷിയർ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ആർ തീറ്റ ബൈ എൽ എന്ന് കിട്ടി. നമുക്ക് ആവശ്യമുള്ളതാണത്. ഓക്കെ, ഇനി വേറൊരു കേസും കൂടി നമുക്കറിയാം. ഷിയർ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ബൈ റിജിഡിറ്റി മോഡുലസ്. അങ്ങനെ ഒരു ഇക്വേഷൻ, റിജിഡിറ്റി മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. ദാറ്റ് ഈസ് സി ഇസ് ഈക്വൽ ടു ടോ ബൈ ഫൈ എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഫൈ വിൽ ബി ടോ ബൈ സി അല്ലേ? അപ്പൊ ഇത് രണ്ടും ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ടോ ബൈ സി ഇസ് ഈക്വൽ ടു ആർ തീറ്റ ബൈ എൽ. അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ. ക്ലിയർ അല്ലേ? നമ്മളിവിടെ എന്താ ചെയ്തത്? ഒരു ആക്സിൽ അല്ലെങ്കിൽ ഒരു ഷാഫ്റ്റ് ഓഫ് ലെങ്ത് എൽ അസ്യൂം ചെയ്തു, അതിനെ റൊട്ടേറ്റ് ചെയ്ത് ത്രൂ ആംഗിൾ, അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ഇക്വേഷൻ ഉണ്ടാക്കി. ആദ്യം ഉണ്ടാക്കിയ ഇക്വേഷൻ എന്താ? ഷിയർ സ്ട്രെയിൻ ടാൻ ഫൈ ഇസ് ഈക്വൽ ടു എന്ന രീതിയിൽ എഴുതി. അതിൽ നിന്ന് നമുക്ക് എ ഡാഷ് ഇസ് ഈക്വൽ ടു എന്ന് കിട്ടി എൽ ഫൈ. ബട്ട് അതേ സമയത്ത് എ ഡാഷ് ഫ്രം ദിസ് ഫിഗർ വിത്ത് ഈസ് ആർ തീറ്റ. അപ്പൊ ആർ തീറ്റ ഇസ് ഈക്വൽ ടു എൽ ഫൈ രണ്ട് ഇക്വേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഫൈൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഫൈ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെയിൻ ആണ്. അതേ സമയത്ത് നമുക്ക് ഷിയർ സ്ട്രെയിൻ ഇക്വേഷൻ അറിയാം ഇൻ ടേംസ് ഓഫ് റിജിഡിറ്റി മോഡുലസ്. റിജിഡിറ്റി മോഡുലസ് സി ഇസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ. ദർഫോർ ഷിയർ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ടോ ബൈ സി എന്ന് കിട്ടും. ഈ ടോ ബൈ സി ആണ് ഫൈ. അത് രണ്ടും ഇക്വേറ്റ് ചെയ്യുന്നത് അഗെയിൻ. സോ വിൽ ബി ടോ ബൈ സി ഇസ് ഈക്വൽ ടു ആർ തീറ്റ ബൈ എൽ. സോ ഫൈനലി വി ആർ ഗെറ്റിംഗ് ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ. ഇത് നമ്മൾ ഇക്വേഷന്റെ ഒരു പാർട്ടായി അല്ലേ? ഇനി മറ്റേ പാർട്ട് എങ്ങനെ കിട്ടും നോക്കാം. കൺസിഡറിംഗ് ദ cross section of that shaft, radius r ആണ്, cross section നോക്കാം. Now we are taking an elemental portion of thickness dx at a distance x from the centroid. അല്ലെങ്കിൽ ഈ ഒരു സർക്കുലർ സ്മോൾ പോർഷന്റെ റേഡിയസ് x ആണെന്ന് വിചാരിക്കാം. We are taking an elemental ring of radius x and thickness dx. Taking an elemental ring of radius x and thickness dx. നമുക്കൊരു കാര്യം അറിയാം. ഈ ടോർഷൻ കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഏറ്റവും പുറത്തെ ലെയറിലായിരിക്കും. ഏറ്റവും കൂടുതൽ പിരിക്കപ്പെടുന്നത് ഏറ്റവും പുറത്തെ ലെയർ ആയിരിക്കും അല്ലേ? സെൻട്രലിൽ 0 ഷിയർ സ്ട്രെസ് ആയിരിക്കും ഉണ്ടാവുക. ടോർഷൻ കൊണ്ടുണ്ടാകുന്ന ഷിയർ സ്ട്രെസ് ഏറ്റവും കുറവ് സെൻട്രലായിരിക്കും. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, നമ്മൾ ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും വരയ്ക്കുമ്പോൾ അവിടെ പറഞ്ഞിരുന്നത് ഷിയർ സ്ട്രെസ് ഏറ്റവും കൂടുതൽ സെൻട്രൽ ലെയറിലായിരുന്നു പറഞ്ഞത്. പക്ഷെ ആ ഷിയർ സ്ട്രെസ്സിന് കാരണം ബെൻഡിങ് ആണ്. ബെൻഡിങ് കൊണ്ടുണ്ടാവുന്ന ഷിയർ സ്ട്രെസ് ഏറ്റവും കൂടുതൽ സെൻട്രൽ പോയിന്റിലായിരിക്കും. പക്ഷെ ഇവിടെ ടോർക്ക് കൊണ്ടുണ്ടാവുന്ന ഷിയർ സ്ട്രെസ് ഏറ്റവും കൂടുതൽ എക്സ്ട്രീം ലെയറിലായിരിക്കും. അപ്പൊ ഇവിടെ 0 ആണ് ഈ ലെയറിൽ. അതേ സമയത്ത് എക്സ്ട്രീം ലെയറിൽ മാക്സിമം ടോർക്ക് ഉണ്ടായി. സപ്പോസ് ദാറ്റ് ഈസ് ടോ. ഇവിടെ 0 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഷിയർ സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 0, ഇവിടെ ഏറ്റവും കൂടുതൽ ടോർക്ക് വന്നു. നേരത്തെ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ എന്ന് കിട്ടി. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ ഈ ടോയും ആറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ടോ കൂടുമ്പോൾ 6 കൂടും, ടോ കുറയുമ്പോൾ 6 കുറയും അല്ലേ? അങ്ങനല്ലേ ഒരു കോൺസ്റ്റന്റ് ആവുമ്പോൾ. അപ്പൊ ഇവിടെ 6 കൂടുന്നതിനനുസരിച്ച് ടോ കൂടുന്ന ഒരു ലീനിയർ റിലേഷൻ ആണ്. അപ്പൊ സെൻട്രലിൽ 0 ആണെങ്കിൽ ഇവിടെ മാക്സിമം ആകുമ്പോൾ വി ക്യാൻ ഡ്രോ ഇറ്റ് ലൈക്ക് ദിസ്. ഒരു ഷിയർ സ്ട്രെസ് ഡയഗ്രം ഇങ്ങനെ വരയ്ക്കാം. ഏറ്റവും കൂടുതൽ ഇവിടെയും 0 ഇവിടെയും. അതേപോലെ താഴോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ പോർഷനിൽ അതേപോലെ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കാം. ഇവിടെ മാക്സിമം ടോ ഉണ്ടാവും ഈ പോയിന്റിൽ, എക്സ്ട്രീം പോയിന്റിൽ. ഇവിടെ 0 വന്നു. സോ ദിസ് ഇസ് ദ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡ്യൂ ടു ടോർക്ക്. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ലെയർ. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ടോർക്ക് ടോ എക്സ് ആണെന്ന് വിചാരിക്കാം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇത് ടോട്ടൽ ഡിസ്റ്റൻസ്
ആർ ആണ് അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ആർ ആണ്. ദിസ് ഈസ് എക്സ്. ഇനി ഈ ടോ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടണം. അതെങ്ങനെ കിട്ടും? കൺസിഡറിങ് ദ സിമിലർ ട്രയാങ്കിൾ കോൺസെപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ടോ എക്സ് ബൈ എക്സ് ഈക്വൽ ടു ടോ ബൈ ആർ, അല്ലെങ്കിൽ ടോ എക്സ് ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. സോ ദിസ് ദ ഷിയർ സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു ടോ എക്സ്. ഇനി നമുക്ക് ഈ ഒരു റിങ്ങിൽ ഉണ്ടാവുന്ന ഷിയർ ഫോഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ആ റിങ്ങിൽ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ് ടോ എക്സ് ആണെങ്കിൽ അതിന്റെ ഏരിയ അറിയാമെങ്കിൽ നമുക്ക് അവിടുത്തെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ എക്സ് ഡിസ്റ്റൻസിലുള്ള ഈ റിങ്ങിന്റെ ലെങ്ത്തും അതിന്റെ തിക്നെസ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അവിടുത്തെ ഏരിയ കിട്ടി. അപ്പോൾ ഇതിന്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് അറ്റ് എ റേഡിയസ് ആർ 2πr അല്ലെങ്കിൽ 2πx ആണ്. That into dx will give the area of that circular ring, area of cross section of that circular ring. That into tau x will give the shear force acting at that point. ഈ ഷിയർ ഫോഴ്സിന് കാരണം ടോർക്ക് ആണ് കേട്ടോ. സോ ഷിയർ ഫോഴ്സ് ആക്ടിങ് അറ്റ് ദാറ്റ് റിംഗ് വിൽ ബി 2πx into dx into tau x. അങ്ങനെയാണെങ്കിൽ ഈ റൊട്ടേറ്റിംഗ് ഷിയർ ഫോഴ്സിന്റെ മൊമെന്റ് അറ്റ് ദ സെന്റർ വിൽ ഗീവ് ദ ടോർക്ക്. അങ്ങനെയല്ലേ? ഇവിടെ ഷിയർ സ്ട്രെസ് കൊണ്ട് നമുക്ക് ഷിയർ ഫോഴ്സ് കിട്ടി. ഇവിടുത്തെ ഷിയർ ഫോഴ്സ് ആണ് വട്ടത്തിലാണ് ആക്ട് ചെയ്യുന്നത്, റൊട്ടേറ്റിംഗ് ഫോഴ്സ് ആണ്. അപ്പൊ ആ റൊട്ടേറ്റിംഗ് ഫോഴ്സിന്റെ മൊമെന്റ് അറ്റ് ദ സെന്റർ വിൽ ബി ഗീവ് ദ ടോർക്ക്, അല്ലെങ്കിൽ ദ റൊട്ടേറ്റിംഗ് എഫക്ട് ഓഫ് ദ ഫോഴ്സ്. ദാറ്റ് ഈസ് ദ ടോർക്ക്. സോ ദിസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് വിൽ ഗീവ് ദ ടോർക്ക് ഓഫ് ദിസ് ലെയർ എക്സ്. ആ എക്സ് ഡിസ്റ്റൻസിലുള്ള ടോർക്ക് നമുക്ക് ഇങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഓഫ് ദ എൻഡർ ക്രോസ് സെക്ഷൻ വിൽ ബി ഇന്റഗ്രൽ ടോ എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2πx² dx ടോ എക്സ് അല്ലെ? അത് എവിടെ തൊട്ട് എവിടം വരെ? 0 മുതൽ റേഡിയസ് r വരെ. എക്സിന്റെ വാല്യൂ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ദിസ് വിൽ ബി ഒന്ന് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. നമുക്കൊന്നുകൂടി ഇത് മാറ്റം വരുത്താം. ടോ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇന്റഗ്രൽ 2πx² dx ഇൻറ്റു ടോ എക്സ് എന്ന് പറഞ്ഞാൽ ടോ ബൈ ആർ എക്സ് ആണ്. നമുക്കതിനൊന്ന് ഇലാബറേറ്റ് ചെയ്ത് നോക്കാം. സോ ഓൺ കണ്ടിന്യൂയിങ് integration 2πx² dx into tau by r into x is equal to 2πx³ into dx into tau by r. അതിൽ 2π into tau by r കോമൺ പുറത്തെടുത്തു. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 4/r from 0 to r. സോ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് π r raised to 4/2 into tau by r. ഈ tau by r അങ്ങനത്തെ നിൽക്കട്ടെ, നമുക്കൊരു ആവശ്യമുണ്ട്, അതുകൊണ്ട് അപ്പം അങ്ങനെ കിട്ടി. ഈ tau by r നിർത്താൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ ജനറൽ ഇക്വേഷനിൽ ഒരു ടോ ബൈ ആർ ഉണ്ട്, അതുകൊണ്ട് അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്ര കിട്ടി. ഇനി ഇതൊരു ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഒരു സർക്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ IXX എന്തായിരിക്കും? അബൌട്ട് എക്സ് ആക്സിസ് ഇറ്റ് വിൽ ബി π d⁻⁴/64. അതേപോലെ IYY എന്തായിരിക്കും? അതും π d⁻⁴/64 ആണ്. കാരണം ഒരേപോലെയാണ്, അവിടെ വ്യത്യാസം വരുന്നില്ല ഏത് ആക്സിസ് എടുത്താലും. ദെൻ ദർ ഈസ് എ ഡെഫിനിഷൻ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇത് മെക്കാനിക്സ് നിങ്ങൾ പഠിച്ചതാണ്, അല്ലെങ്കിൽ ഫിസിക്സ് +1 ഫിസിക്സിൽ പഠിച്ചതാണ്. പാരലാക്സ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും വെച്ചിട്ട് പറയുമ്പോൾ പഠിച്ചതാണ് ഇവിടെ. സോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ നമുക്ക് പറയുന്നത് ദ മൊമെന്റ് അബൌട്ട് എ തേർഡ് ആക്സിസ് ഈസ് ഈക്വൽ ടു മൊമെന്റ് അബൌട്ട് എക്സസ് ആക്സിസ് പ്ലസ് മൊമെന്റ് അബൌട്ട് YY ആക്സിസ്, അല്ലെങ്കിൽ അന്ന് പഠിച്ച IZZ എന്നാണ്. ദിസ് IZZ ഈസ് നോൺ ആസ് ദ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സോ J ഈസ് ഈക്വൽ ടു ഇതിന്റെ സം. അപ്പൊ എന്ത് വരും? π d⁻⁴/32 എന്ന് കിട്ടും. സോ
സോ ദിസ് പൈ ഡി റേസ് ടു 4/32 നമ്മളൊന്ന് ഡീനെ ആറിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു അവിടെ? പൈ ഇൻറ്റു ഡി റേസ് ടു 4, ദാറ്റ് ഈസ് 8 ഇൻറ്റു ആർ റേസ് ടു 4/32. 8 അല്ല വരിക 16 അല്ലേ, ആർ റേസ് ടു 4 ആണ്. അപ്പോൾ 16/30 ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ആർ റേസ് ടു 4/2 എന്ന് കിട്ടും. അപ്പൊ എന്താണ് പൈ ആർ റേസ് ടു 4/2 എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ അല്ലേ. സോ ഐ എക്സസും ഐ വൈയും കൂട്ടിക്കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ പൈ ആർ റേസ് ടു 4/2. അതല്ലേ ഇത് ഈ സാധനം പൈ ആർ റേസ് ടു 4/2 എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ജെ ഇൻറ്റു ടോ ബൈ ആർ എന്ന് എഴുതാം അല്ലേ. അതെന്തായിരുന്നു ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡിൽ? നേരത്തെ നമ്മൾ ഇന്റഗ്രൽ ടി എക്സ് ആണ് എടുത്തത്. ദാറ്റ് മീൻസ് ടോർക്ക് ടി. സോ ഫ്രം ദിസ് കണ്ടീഷൻ വി ക്യാൻ ഗെറ്റ് ടോ ഈക്വൽ ടു ജെ ഇൻറ്റു ടോ ബൈ ആർ ഓർ ടോർക്ക് ബൈ പോളാർ മൊമെന്റ് ഓഫ് ഇനീഷ്യ ഇസ് ഈക്വൽ ടു ടോ ബൈ ആർ. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. നേരത്തെ നമുക്ക് കിട്ടിയ എന്തായിരുന്നു? ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതും ഇക്വേറ്റ് ചെയ്തൂടെ? സോ ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ ഇസ് ഈക്വൽ ടു സി തീറ്റ ബൈ എൽ. ദിസ് ഈസ് ദ പോളാർ ഇക്വേഷൻ അല്ലെങ്കിൽ ടോർക്ക് ഇക്വേഷൻ. ബെൻഡിങ് ഇക്വേഷൻ പറയുന്ന പോലെ ടോർക്ക് ഇക്വേഷൻ ആണ് ഇത്. ഇപ്പോൾ ഡെറിവേഷൻ ആയില്ലേ? ഹെൻസ് ഇറ്റ് ഇസ് ഡിറൈവ്ഡ്. സിമ്പിൾ അല്ലേ? എന്തൊക്കെ ചെയ്തിരുന്നത്? ആദ്യം ഈ പോർഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എലവേഷനും ഒരു ക്രോസ് സെക്ഷനും വരച്ചു. അവിടെ നിന്ന് റിലേഷൻ ഉണ്ടായിക്കൊണ്ടുവന്നു. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്തത് ഒരു ക്രോസ് സെക്ഷൻ എടുത്തു. ആ ക്രോസ് സെക്ഷൻ്റെ അകത്തെ ഒരു എലമെന്റൽ ഏരിയ എടുത്തു, എലമെന്റൽ റിംഗ് എടുത്തു. എലമെന്റൽ റിംഗിലേക്കുള്ള സ്ട്രെസ്സിലേക്കുള്ള ഇക്വേഷൻ ഉണ്ടാക്കി അവിടെ നിന്നാണ് ഈ ഡെറിവേഷനിലേക്ക് എത്തുന്നത്. ടി ബൈ ജെ സിക്കൽ ടോ ബൈ ആർ അല്ലേ. ഓക്കെ. സോ ഇതിൽ സ്റ്റാർട്ടിംഗ് കോൺസെപ്റ്റ് മാത്രമേ നമുക്ക് MOSലുള്ളൂ. ബാക്കിയെല്ലാം ജസ്റ്റ് ഫോർമുല ആപ്ലിക്കേഷൻ ഇന്റഗ്രേഷൻ മാത്രമാണ്. ചെയ്ത് പഠിക്കുക പ്ലീസ്. എന്നാൽ നിങ്ങൾക്കിത് ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. ഡെറിവേഷൻ ഓഫ് പോളാർ അല്ലെങ്കിൽ ടോർഷണൽ ഇക്വേഷൻ, ഡെറിവേഷൻ ഓഫ് ദ ടോർഷണൽ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിർബന്ധമായും ചോദിച്ചിരിക്കും. ഇത് ചെയ്ത് പഠിക്കാം. ക്ലിയർ അല്ലേ?